കേരളത്തിന്റെ സാമ്പത്തിക വ്യാവസായിക കേന്ദ്രമായ എറണാകുളം ജില്ലയിലെ ഒരു പ്രധാന കാർഷിക മേഖലയാണ് മൂവാറ്റുപുഴ. കാർഷിക മേഖല ഏറ്റവും സജീവമായിരിക്കും മൂവാറ്റുപുഴയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ തെങ്ങ്, നെല്ല്, റബ്ബർ, വാഴ, സുഗന്ധവിളകൾ, പച്ചക്കറി, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ്. കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഇവിടുത്തെ കർഷകരും കൃഷി ഉദ്യോഗസ്ഥന്മാരും എന്നതും പ്രത്യേകതയാണ്. കൃഷിവകുപ്പിന്റെ സമഗ്രമായ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തെ 25,000-ഓളം വരുന്ന കർഷകർക്ക് ഊർജം പകരുന്നു. നമ്മുടെ പ്രധാന ധാന്യവിളയായ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി സുസ്ഥിര നെൽകൃഷി വികസനം, രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ഉൽപാദന ബോണ തുടങ്ങിയ പദ്ധതികളും നടപ്പിലാക്കി വരുന്നു. വിരിപ്പ്, മുണ്ടകൻ എന്നീ സീസണുകളിലായി 280-ഓളം ഹെക്ടർ സ്ഥലത്ത് മൂവാറ്റുപുഴ ബ്ലോക്കിൽ നെൽകൃഷി ചെയ്തു വരുന്നു. പരിചയസമ്പന്നരായ തൊഴിലാളികളുടെ അഭാവം ഈ മേഖലയിൽ ഒരു പ്രധാന പ്രശ്നമായിരുന്നതിനാൽ യന്ത്രവൽക്കരണത്തിനുള്ള പദ്ധതികളും ഇവിടെ നടപ്പിലാക്കുന്നു. കൃഷിവകുപ്പിന്റെയും പഞ്ചായത്തുകളുടെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽകർഷകർക്ക് വിത്ത് മുതൽ വിപണനം വരെയുള്ള ഘട്ടങ്ങളിൽ സഹായം നൽകി വരുന്നു. ആലപ്പുഴ പഞ്ചായത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്ന് പറയുന്നത് കേരഗ്രാമം പദ്ധതിയാണ്. ഈ കേരഗ്രാമം പദ്ധതി മുഖേന ഈ വർഷം 85 ലക്ഷം രൂപയാണ് നമ്മൾ പദ്ധതി നിർവഹണം നടത്തുന്നത്. പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് കൾച്ചറൽ ഓപ്പറേഷനാണ്. കൾച്ചറൽ ഓപ്പറേഷനിനകത്ത് തടം തുറക്കുക, തെങ്ങിന് ചുറ്റും ചകിരി നിറയ്ക്കുക, ഇറിഗേഷൻ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കുക, കേടുവന്ന തെങ്ങുകൾ വെട്ടിമാറ്റുക, തെങ്ങിന് കുമ്മായ പ്രയോഗം, ജൈവവള പ്രയോഗം, ജീവാണുവള പ്രയോഗം എന്നിവ നടത്തുക. അതോടൊപ്പം തന്നെ തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കി മരുന്ന് ഇട്ട് കൊടുക്കുക, മണ്ണിര കമ്പോസ്റ്റുകൾ സ്ഥാപിക്കുക, തെങ്ങ് കയറിനുള്ള തെങ്ങ് കയറ്റ മെഷീൻ നൽകുക. ഇതാണ് പ്രധാനപ്പെട്ടതായിട്ടും കേരഗ്രാമം പദ്ധതിയിൽ നമ്മൾ നടപ്പിലാക്കുന്നത്. നമ്മുടെ കൽപ്പവൃക്ഷമായ തെങ്ങ് ഇവിടുത്തെ പ്രധാന ദീർഘകാല വിളകളിൽ ഒന്നാണ്. വിവിധ പഞ്ചായത്തുകളിലായി 900 ഹെക്ടർ സ്ഥലത്ത് തെങ്ങ് കൃഷി ചെയ്തു വരുന്നു. തേങ്ങയ്ക്ക് സാമാന്യം നല്ല വില ലഭിക്കുന്നതുകൊണ്ട് കേര കർഷകർക്ക് ഇപ്പോൾ ആവേശം പകരുന്നു. നീര ഉൽപാദനത്തെ ലക്ഷ്യമാക്കി കുറേ ഇനം തെങ്ങ് കൃഷി നടത്തുന്നതിനും കർഷകർ താൽപര്യം കാണിക്കുന്നു. കൃഷിവകുപ്പിന്റെ ധനസഹായത്തോടെ നടത്തുന്ന കേരഗ്രാമം പദ്ധതി ആരക്കുഴ, ആവോലി, മാറാടി എന്നീ പഞ്ചായത്തുകളിൽ നടപ്പാക്കി വരുന്നു. ഈ 3 പഞ്ചായത്തുകളിലായി 300 ഹെക്ടറിൽ തെങ്ങ് കൃഷി ചെയ്യുന്ന കർഷകർ ഇതിന്റെ ഗുണഭോക്താക്കളാണ്. തെങ്ങിന് ജൈവവളം, ഡോളോമൈറ്റ് എന്നിവയ്ക്കുള്ള ആനുകൂല്യം, തടം തുറക്കുന്നതിനും അതിൽ ചകിരി നിറയ്ക്കുന്നതിനുമുള്ള സഹായം, ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും കേടായ തെങ്ങുകൾ വെട്ടിമാറ്റുന്നതിനുമുള്ള സഹായവും നൽകി വരുന്നു. കൂടാതെ ഇടവിള കൃഷിക്കുള്ള സഹായവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ കുറഞ്ഞ നിരക്കിൽ തൈകൾ ലഭ്യമാക്കുന്ന പഞ്ചായത്ത് തല കേരസമിതിക്കുള്ള സഹായം, തെങ്ങുകയറ്റ യന്ത്രം വാങ്ങുന്നതിനുള്ള സഹായം, മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റുകൾ തുടങ്ങിയവ ഈ പദ്ധതികളുടെ പ്രത്യേകതകളാണ്. 2014-15, 2015-16 വർഷങ്ങളിലായി കേരഗ്രാമം പദ്ധതിയിലൂടെ 250 ലക്ഷം രൂപയുടെ സഹായമാണ് ഈ ബ്ലോക്കിലെ കർഷകർക്ക് ലഭിച്ചിരിക്കുന്നത്. വ്യാവസായിക കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഓരോ വീടുകളിലും അവരവർക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ പച്ചക്കറി വികസന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി വരുന്നു.
വ്യാവസായിക അടിസ്ഥാനത്തിൽ പച്ചക്കറി ക്ലസ്റ്ററുകൾക്കുള്ള സഹായം, വീടുകളിൽ പച്ചക്കറി കൃഷി നടത്തുന്നതിനുള്ള വിത്തുകൾ, ഗ്രോ ബാഗ്, കൃഷി പ്രോത്സാഹനം, യുവതലമുറയിൽ കൃഷിയോട് ആഭിമുഖ്യം സൃഷ്ടിക്കുന്നതിന് വിദ്യാലയങ്ങളിലെ പച്ചക്കറി കൃഷി, വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന പച്ചക്കറി കൃഷി എന്നിവ ഇതിന്റെ ഭാഗമാണ്. ഈ ബ്ലോക്കിലെ 9 പഞ്ചായത്തുകളിലായി പച്ചക്കറി കൃഷിക്ക് 2015-2016 30 ലക്ഷത്തിലധികം രൂപയുടെ സഹായം നൽകിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കൃഷിഭവൻ വഴി പച്ചക്കറി വിത്ത് പാക്കറ്റുകളും ഗ്രോ ബാഗുകളും വിതരണം ചെയ്തിരുന്നു. തുളിനന സമ്പ്രദായത്തോടു കൂടിയ ഗ്രോ ബാഗുകൾ സ്കൂളുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു. കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളിലെ ഗവേഷണ ഫലങ്ങൾ കർഷകരിൽ എത്തിക്കുന്നതിനും കർഷകർ സ്വന്തമായി വികസിപ്പിക്കുന്ന സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കാര്യക്ഷമമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ഫാം സ്കൂൾ, ഫാർമർ ഫീൽഡ് സ്കൂൾ, വിവിധ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനത്തോട്ടങ്ങൾ എന്നിവ ഇതിൽ ചിലത് മാത്രം. ജീവനും ആരോഗ്യവുമുള്ള മണ്ണാണ് മികച്ച ഉത്പാദനത്തിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കി മണ്ണിനെ പുഷ്ടിപ്പെടുത്തുന്നതിനും മണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തിനും ഊന്നൽ നൽകി മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം, ഓരോ പഞ്ചായത്തിലും മണ്ണ് പരിശോധനാ ക്യാമ്പയിനുകൾ എന്നിവ നടത്തിവരുന്നു. വിളകളുടെ സമഗ്രമായ ആരോഗ്യ പരിപാലനം ഉൽപാദനത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ്. വിള ആരോഗ്യ പരിപാലന പദ്ധതിയുടെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ മൂവാറ്റുപുഴ ബ്ലോക്കിൽ കാര്യക്ഷമമായി നടന്നുവരുന്നു. ആയവന, ആവോലി പഞ്ചായത്തുകളിൽ പെസ്റ്റ് സർവൈലൻസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. ആവോലി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഒരു വിള ആരോഗ്യ ക്ലിനിക്കും ആരംഭിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള കർമ്മസേനയുടെ പ്രവർത്തനം ആത്മയാണ് ഏകോപിപ്പിക്കുന്നത്. മൈക്രോ ഇറിഗേഷൻ വിത്ത് ഫെർട്ടിഗേഷൻ രീതി ഇവിടെ വളരെ ഭംഗിയായി നടപ്പാക്കിയിരിക്കുന്നു. ഇവിടെ മഴമറയിൽ പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നു. മഴമറയ്ക്ക് കൃഷിഭവന്റെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട്. ഈ മഴമറ മുഴുവൻ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനവും നടപ്പിലാക്കിയിരിക്കുന്നു. ഫാർമർ എക്സ്റ്റൻഷൻ ഓർഗനൈസേഷന്റെ വാഴക്കുളത്ത് പ്രവർത്തിക്കുന്ന എക്കോ ഷോപ്പ് കർഷകർക്ക് വളരെ ഗുണം ചെയ്യുന്നു. അവരവരുടെ വീടുകളിൽ സ്വന്തമായിട്ട് ട്രൈക്കോഡർമ ഉൽപ്പാദിപ്പിക്കുന്ന വിധം ഞാൻ ചുരുക്കിയൊന്ന് പറയാം. ആദ്യമായി അതിന് വേണ്ടത് മണിച്ചോളം. മണിച്ചോളം നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 20 ലിറ്റർ കൊള്ളുന്ന പ്രഷർ കുക്കർ വേണം. അതിനകത്ത് 200 ഗ്രാം പറ്റുള്ള 5 പാക്കറ്റിലാക്കി വായു കൊടുക്കാത്ത വിധം നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി വേവിച്ചെടുക്കണം. വേവിക്കേണ്ടത് 40 മിനിറ്റാണ് വേവിക്കേണ്ടത്. ഈ 40 മിനിറ്റ് കഴിഞ്ഞ് വേവിച്ചിട്ട് അത് ആറാൻ വെക്കണം. ആറ് കഴിഞ്ഞിട്ട് നമുക്കതിനകത്ത്
ഹൈദരാബാദിൽ നിന്നുള്ള ട്രൈക്കോഡർമ കൾച്ചർ ആ ഒരു കൃഷിഭവൻ വഴിയാണ് എനിക്ക് കിട്ടുന്നത്. ആ കൾച്ചർ ഒരു നെൽമണിയോടും എടുത്ത് ഒരു പ്രത്യേക ബോക്സ് ഉണ്ട് ഇതിന് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്വിറ്റ് ഉപയോഗിച്ചാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിനകത്തൊരു തിരി കത്തിച്ച് വെച്ച് അത് വായുവിലോ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. മണിച്ചോളം അതിനകത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ മണിച്ചോളത്തിനകത്തേക്ക് ഈ ട്രൈക്കോഡർമ കൾച്ചർ ചേർക്കണം. അത് ചേർത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മളതിനകത്ത് നിന്ന് ഇറക്കി അത് വളരാൻ അനുവദിക്കണം. ഏതാണ്ടൊരു മാസത്തോടെ എടുക്കും. 7 ദിവസം മുതൽ അത് നല്ലപോലെ വളർന്നു തുടങ്ങും. 1 മാസം കൊണ്ട് ചിലപ്പോൾ ഈ കാലാവസ്ഥ ചൂടാണെങ്കിൽ 45 ദിവസം വരെ എടുക്കുന്നത്. മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിലേക്ക് വേണ്ടി സർക്കാർ അനുവദിച്ചിരിക്കുന്ന അഗ്രോ സർവീസ് സെൻറ്റർ വടകോട് കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ കേന്ദ്രത്തിൽ നിന്നും കൃഷിക്കാർക്ക് വേണ്ടുന്ന എല്ലാ കാർഷികേതര കൃഷിപ്പണികൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി നിലം മുഴുവൻ ട്രാക്ടർ, മിനി ട്രാക്ടർ, ഗാർഡൻ ടില്ലർ, കൊയ്ത്തന്ത്രം, മെതിക്കുവാൻ ഉപയോഗിക്കുന്ന യന്ത്രം, മരം മുറിക്കുവാനുള്ള യന്ത്രം, മരത്തിൻ്റെ ചില്ലകൾ കോതുവാനുള്ള വാള്, തെങ്ങ് കയറ്റ യന്ത്രങ്ങൾ ഇതുപയോഗിച്ച് കൃഷിക്കാരന് തെങ്ങിൽ കയറി തേങ്ങ ഇട്ട് കൊടുക്കുക, പാടത്ത് നെൽകൃഷി കൊയ്തു കൊടുക്കുക, മെതിച്ചു കൊടുക്കുക, പാടം ഉഴുത് വരമ്പ് വെച്ച് ഞാറ് പാകി ട്രാൻസ്പ്ലാനർ ഉപയോഗിച്ച് ഞാറ് നട്ട് കൊടുക്കുക, നട്ട നിലത്തിലെ ചെടികൾക്കിടയിലുള്ള കിളകൾ ഈ മോട്ടോർ വീഡർ ഉപയോഗിച്ച് കിള പറിച്ചു കൊടുക്കുകയും കർഷകന് ആവശ്യാനുസരണം നേരത്തെ ബുക്ക് ചെയ്യുന്നതനുസരിച്ച് അവരുടെ കൃഷിയിടങ്ങളിൽ ചെന്ന് നമ്മുടെ ഈ യന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ച് കൃഷികൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് BLFOയുടെ ആഭിമുഖ്യത്തിൽ വാളകത്ത് പ്രവർത്തിക്കുന്ന മാർക്കറ്റ് കർഷകർക്ക് ഒരു അനുഗ്രഹമാണ്. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഈ വിപണിയിൽ എത്തുന്നു. കൃഷി ഉദ്യോഗസ്ഥർ, കർഷകർ എന്നിവർ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് ഇതിന്റെ പ്രവർത്തനം നടത്തുന്നത്. വിളകളുടെ ഉൽപാദനം, സംഭരണം, സംസ്കരണം, വിപണനം തുടങ്ങിയ മേഖലയുടെ സമഗ്ര വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. പൈനാപ്പിൾ കൃഷിക്കുള്ള സഹായം, പപ്പായ, ജാതി, കൊക്കോ, കുരുമുളക് തുടങ്ങിയ കൃഷികൾക്കുള്ള സഹായം, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ തുടങ്ങിയവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സഹായം, പുഷ്പകൃഷിക്കുള്ള സഹായം ഇവ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പ്രവർത്തനത്തിൽപ്പെടുന്നു. കർഷകർക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള പരിശീലന പരിപാടികൾ, പഠനയാത്രകൾ എന്നിവയും ഇവരുടെ പ്രവർത്തന പരിധിയിലാണ്. കല്ലൂർക്കാട് കൃഷിഭവന്റെ കീഴിൽ ഒരു അക്വാപോണിക്സ് വളരെ നന്നായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അക്വാപോണിക്സ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അക്വാപോണിക്സ് നടത്തുന്നുണ്ടെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളി ഹൗസിനകത്ത് ഒരു അക്വാപോണിക്സ് എന്ന് പറയുന്നത് ഇവിടെ മാത്രമാണ് ചെയ്യുന്നത്. അദ്ദേഹം മീനും അതോടൊപ്പം തന്നെ വിവിധ ഇനം പച്ചക്കറികളും അതിനകത്ത് വളരെ ലാഭകരമായിട്ടും ജൈവ രീതിയിലും അദ്ദേഹത്തിന് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നു. വീട്ടിലാവശ്യത്തേക്കുള്ള മീനും അതുപോലെ തന്നെ ഓർണമെൻ്റൽ ഫിഷസുമാണ് അദ്ദേഹം ഈ അക്വാപോണിക്സിനകത്ത് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിന് കൃഷിഭവനിൽ നിന്ന് ആനുകൂല്യമായിട്ട് 1,70,75,000 രൂപ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമുള്ളൊരു കാര്യമാണ്.
അപ്രതീക്ഷിതമായ വിലത്തകർച്ചകൾ, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ ഇവ കണക്കിലെടുത്ത് മണ്ണറിഞ്ഞ് കർഷകന്റെ മനസ്സറിഞ്ഞ് കർഷക സേവനം നടത്തുകയാണ് ഇവിടുത്തെ കൃഷി ഉദ്യോഗസ്ഥർ. കർഷകരുടെ കഠിനാധ്വാനവും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളും ഒത്തുചേരുമ്പോൾ കാർഷിക മേഖലയിൽ വലിയൊരു മുന്നേറ്റം സാധ്യമാകും എന്നതിന് ഒരു സംശയവുമില്ല. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्ट। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർഷക തൊഴിലാളി പെൻഷന് പരിധി വർദ്ധിപ്പിച്ചു. ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കർഷക തൊഴിലാളി പെൻഷൻ പദ്ധതിയുടെ പുതുക്കിയ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതനുസരിച്ച് അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 11,000 രൂപയിൽ നിന്നും 1,00,000 രൂപയായി വർദ്ധിപ്പിച്ചു. കർഷക തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നതിന് പെൻഷനോടൊപ്പം മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ഏതെങ്കിലും ഒന്നുകൂടി ലഭിക്കുവാൻ അർഹതയുണ്ട്. സംസ്ഥാന കൃഷിവകുപ്പിന് കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ നടത്തുന്ന 3 മാസം ദൈർഘ്യമുള്ള ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ കോഴ്സിനും തുടർന്നുള്ള 3 മാസത്തെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിനും അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ ബോട്ടണി വിഷയങ്ങളോടെ +2 അഥവാ VHSC പാസ്സായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള പ്രായപരിധി 30 വയസ്സ്. ഒരു ബാച്ചിൽ 10 പേർക്ക് മാത്രമാണ് പ്രവേശനം നൽകുന്നത്. ഫീസ് 4,500 രൂപ. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്രതിമാസം 1,500 രൂപ സ്റ്റൈപ്പൻഡോടുകൂടി 3 മാസത്തേക്ക് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് നൽകുന്നതാണ്. അപേക്ഷാ ഫോറവും പ്രോസ്പെക്ടസും ജൂലൈ 14 വരെ കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്ററിൽ നിന്നും നേരിട്ട് ലഭിക്കുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 15. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 2 413 739. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471 2 413 739. മണ്ണുത്തി വെറ്ററിനറി സർവകലാശാലയുടെ എന്റർപ്രണർഷിപ്പ് ഡയറക്ടറേറ്റ് ആഗസ്റ്റ് ആദ്യ വാരത്തിൽ യുവ സംരംഭകരെ ക്ഷീരവികസന, കോഴി വളർത്തൽ മേഖലകളിലേക്ക് ആകർഷിക്കാൻ യുവ സംരംഭകത്വ സംഗമം തൃശൂരിൽ സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഇനി പറയുന്നു: 9562 75354. നമ്പർ ഒരിക്കൽ കൂടി 9562 75354. ജാതിമരങ്ങളിലെ കായ്കളും ഇലയും കൊഴിയുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ. തോട്ടങ്ങളിൽ നിന്ന് കൊഴിഞ്ഞ ഇലകളും കായ്കളും നീക്കം ചെയ്യുകയും മരത്തിന്റെ കടയ്ക്കൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ നീർവാഴ്ച സൗകര്യം ഒരുക്കുകയും ചെയ്യുക.
മഴക്കാലത്തിനു മുമ്പ് ഓരോ മരത്തിനു ചുറ്റും 500 ഗ്രാം വീതം കുമ്മായം ചേർത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം കോപ്പർ ഹൈഡ്രോക്സൈഡ് എന്ന കുമിൾനാശിനി 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് ആവശ്യാനുസരണം ഇലകളിൽ തളിക്കുക. അതിനുശേഷം മരത്തിന്റെ കടയ്ക്കൽ 10 മുതൽ 15 ലിറ്റർ ലായനി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. മരം ഒന്നിന് 1.5 കിലോ പൊട്ടാഷ്, 50 ഗ്രാം ബൊറാക്സ് എന്നിവ ഇട്ടുകൊടുക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം ചാണകം, വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതത്തിൽ വളർത്തിയ ജൈവ കീടനാശിനിയായ ട്രൈക്കോഡെർമ മരം ഒന്നിന് 5 കിലോ വീതം കടയ്ക്കൽ ചേർത്ത് കൊടുക്കുക. സുരക്ഷിതമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന കൃഷിവകുപ്പ് സേഫ് ടു ഈറ്റ് എന്ന ആശയം പ്രചരിപ്പിക്കും. ഇതിനായി കാർഷികോൽപ്പന്നങ്ങളിൽ സേഫ് ടു ഈറ്റ് ടാഗ് നിർബന്ധമാക്കും. ഇതിനുതകുന്ന 200 അഗ്രോ ഇക്കോ ഷോപ്പുകൾ ആരംഭിക്കുന്നതാണ്. കാർഷികോൽപ്പന്നങ്ങളിൽ കീടനാശിനി, രാസവളം എന്നിവയുടെ തോത് അറിയുന്നതിനുള്ള റെസിഡ്യൂ മോണിറ്ററിംഗ് നടപ്പിലാക്കും. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ 7,700 രൂപ, കോഴിക്കോട് 8,600 രൂപ, തൃശൂർ 7,400 രൂപ, കൊപ്ര കൊച്ചി 5,265 രൂപ, കോഴിക്കോട് 5,250 രൂപ, തൃശൂർ 5,135 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 69,200 രൂപ, ഗാബിൾഡ് 72,200 രൂപ, ചുക്ക് മീഡിയം 16,500 രൂപ, ബെസ്റ്റ് 18,000 രൂപ. മഞ്ഞൾ സേലം 10,200 രൂപ, ഈറോഡ് 10,400 രൂപ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13,700 രൂപ, RSS 4 ഗ്രേഡ് 14,300 രൂപ. കോഴിക്കോട് റബ്ബർ RSS 5 ഗ്രേഡ് 13,750 രൂപ, RSS 4 ഗ്രേഡ് 14,300 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ കിൻഡലിന് 7,700 രൂപ, കൊപ്ര 5,390 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 1,950 രൂപ, റോട്ടറി 2,000 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 69,200 രൂപ, ഗാബിൾഡ് 72,200 രൂപ, ചുക്ക് മീഡിയം 16,500 രൂപ, ബെസ്റ്റ് 18,000 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 18,000 രൂപ മുതൽ 19,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160 രൂപ മുതൽ 180 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 350 രൂപ മുതൽ 370 രൂപ വരെ. ജാതിപത്രി 500 രൂപ മുതൽ 1000 രൂപ വരെ. ഗ്രാമ്പു 745 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 13,700 രൂപ. റബ്ബർ RSS 4 ഗ്രേഡ് 14,300 രൂപ. ഒട്ടുപാൽ 9,000 രൂപ. ലാറ്റക്സ് 9,700 രൂപ. കമ്പോള അവലോകനം. ടയർ നിർമ്മാതാക്കൾക്ക് വേണ്ടി ഷീറ്റ് സംഭരിക്കാൻ സപ്ലയർമാർ മത്സരിച്ചതോടെ തുടർച്ചയായ 3-ാം ദിവസവും റബ്ബർ മുന്നേറി. പ്രമുഖ വിപണികളിലേക്കുള്ള ചരക്ക് വരവ് ചുരുങ്ങിയതാണ് വില ഉയർത്താൻ അവരെ പ്രേരിപ്പിച്ചത്. റബ്ബർ അവധി വ്യാപാരം രംഗവും മികവിലാണ്. 4-ാം ഗ്രേഡ് റബ്ബർ കിലോ 143 രൂപ. വെളിച്ചെണ്ണയ്ക്ക് അടുത്ത വാരം പ്രാദേശിക ഡിമാൻഡ് ഉയരുന്നതോടെ കൊപ്ര വില വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാർഷിക മേഖല. മുഖ്യ വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. ഹൈറേഞ്ചിൽ നിന്നുള്ള കുരുമുളക് നീക്കം നാമമാത്രമാണെങ്കിലും ആഭ്യന്തര ആവശ്യക്കാരുടെ അഭാവം മൂലം 100 രൂപ കുറഞ്ഞ് 69,200-ലാണ് ഇന്ന് ഇടപാടുകൾ തുടങ്ങിയത്. കുരുമുളകിന് വിദേശ അന്വേഷണങ്ങളില്ല. വണ്ടൻമേട്ടിൽ ഇന്ന് നടന്ന ഏലക്ക ലേലത്തിൽ 37 ടണ്ണിന്റെ കൈമാറ്റം നടന്നു. മികച്ച ഇനങ്ങൾ കിലോഗ്രാമിന് 1,142 രൂപയിലും ശരാശരി ഇനങ്ങൾ 781 രൂപയിലുമാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4. കോഴിക്കോട് 26.3, 24.2. കൊച്ചി 25.9, 23.4. ആലപ്പുഴ 29.5, 24.2. പുനലൂർ 30, 25. തിരുവനന്തപുരം 30.6, 24.2. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.